UDF ഗവൺമെൻറ് അങ്ങനെ അധികാരമേൽക്കാൻ ഒരുങ്ങുകയാണ്. നമ്മൾ ആ സദസ്സിൽ പലവരെയും നമ്മൾ കണ്ടു, പല മത മേലധ്യക്ഷന്മാരെയും നമ്മൾ കണ്ടു. നമ്മളാകെ കാണാതിരുന്നത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെയും മാത്രമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കാര്യം അർജുൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇന്നലെ വരെ നിയുക്ത മുഖ്യമന്ത്രി, ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ടാവും ഇത് എയർ ചെയ്യുന്ന സമയത്ത്, അദ്ദേഹം പറഞ്ഞിരുന്നത് വേദിയിൽ ആ മന്ത്രിമാരും അദ്ദേഹവും മാത്രമേ ഉണ്ടാവൂ, പിന്നെ ഗവർണർ ഓഫ് കോഴ്സ് ഉണ്ടാവുള്ളൂ എന്ന് മാത്രം, ചീഫ് സെക്രട്ടറി ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ നമ്മൾ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ, അതായത് ചാനൽ ഓൺ ചെയ്യുമ്പോൾ കാണുന്നത് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് കസേരകൾ കൊണ്ട്. അടുത്ത സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും എല്ലാ മുഖ്യമന്ത്രിമാരും വരുന്നു, നേതാക്കന്മാർ വരുന്നു. ഗോവിന്ദൻ മാസ്റ്ററെ വരെ, ഡ്രില്ല് മാസ്റ്ററെ വരെ ഞാൻ കണ്ടു. ആ കുട്ടി അങ്ങനെ ചെയ്യൂ, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കുന്നു. ഏറ്റവും ഇതായിട്ട് തോന്നിയത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സ്റ്റേജിലിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു മതവിഭാഗത്തിനെ, അല്ല അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല, കാരണം നിയന്ത്രിക്കാൻ പോകുന്ന അദ്ദേഹമൊക്കെ ആണല്ലോ. അതെ അതെ, അതുകൊണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ ഇന്നലെ വളരെ നല്ല ഒരു ചെറിയ ഷോർട്ട് ക്ലിപ്പിംഗ് ഞാൻ കണ്ടിരുന്നു, നമ്മുടെ വെള്ളാപ്പള്ളിയുടെ, തുഷാർ വെള്ളാപ്പള്ളിയുടെ ആയിട്ട് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2 മെയിനായിട്ടും ഒരു ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ 2 ഡിസ്ട്രിക്റ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ജനങ്ങളെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഈഴവ സമുദായക്കാർ എല്ലാ ജില്ലകളിലുമുണ്ട്. പല ജില്ലകളിലും മെജോറിറ്റി വിഭാഗമായിട്ട് വരുന്നത് ഈഴവ വിഭാഗക്കാരാണ്. പക്ഷേ ഞങ്ങൾ ഈ ലെവലിലേക്ക് പോവുകയില്ല, ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുകയില്ല, ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല എങ്കിൽ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും, ഞങ്ങൾ ഭീഷണിപ്പെടുത്തുകയില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് പ്രവർത്തിക്കാനുള്ളൊരു സൗകര്യമാണ് മന്ത്രിസഭ ചെയ്തു കൊടുക്കേണ്ടത്. ഞങ്ങൾ ആ ലെവലിലേക്ക് പോകില്ല എന്ന് വളരെ നന്നായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം സമുദായത്തിന്റെ കഴിവ് കേടായിട്ട് ഞാൻ പറഞ്ഞില്ല. എല്ലാവരും ഭൂരിപക്ഷ വിഭാഗങ്ങൾ മുന്നോട്ടേക്ക് വന്ന് ഇങ്ങനെ ആഹ്വാനങ്ങൾ ചെയ്യുവാൻ തുടങ്ങുകയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ കേരളം കാശ്മീരായിട്ട് മാറും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇന്ന് രാവിലെ ചാനലിൽ വന്നിട്ട് ലാറ്റിൻ കാത്തലിക്സിൻ്റെ ബിഷപ്പ് പറയാണ്, ഞങ്ങളെ ഉൾപ്പെടുത്തിയില്ല, ഞങ്ങളിവിടെ ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള മതവിഭാഗമാണ്. മതം മാത്രമേ ഉള്ളൂ അർജുൻ, മതം 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 എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട. മതമാണ് വലുതെന്ന് പറഞ്ഞ വ്യക്തി മന്ത്രിസഭയിലുണ്ട്. മന്ത്രിസഭയിലുണ്ട്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം ആ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖഭാവം വളരെ ഭീതിയുണ്ട്, സാധാരണക്കാരായ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു മുഖഭാവത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനെ ഇവർ ശരിക്കും ഒഴിവാക്കി നിർത്തേണ്ടതാണ്. ഇപ്പോൾ ടൈം വ്യവസ്ഥയാണല്ലോ, നമ്മളുടെ കൊച്ചിൻ കോർപ്പറേഷനിൽ തന്നെ 2 കൊല്ലം 2 കൊല്ലം 1 കൊല്ലം അല്ലെങ്കിൽ 2.5 കൊല്ലം 2.5 കൊല്ലം എന്നൊക്കെ പറഞ്ഞാണ് മേയറിൻ്റെ ഇതും ഡെപ്യൂട്ടി മേയറുടെ ഒക്കെ കൊടുക്കുന്നത്. അതുപോലെയാണ് ഇപ്പൊ തന്നെ പറയാൻ തുടങ്ങി, അനൂപ് ജേക്കബിന് 1 വർഷം, മണിസിക്കാപ്പന് 2.5 വർഷം, 2.5 വർഷം അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മളിവർ പറയാത്തതായിരിക്കാം 5 വർഷം എന്ന് പറയുകയാണെങ്കിൽ എത്ര ആ 5 വർഷത്തിന് ഇവർ 60 മാസം അല്ലേ, 60 ഡിവൈഡ് ബൈ 3 20 മാസമായിട്ട് കൊടുക്കുമായിരിക്കും. അത് ഉള്ളിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ജനങ്ങളൊന്ന് നന്നായിട്ട് നിർത്താൻ വേണ്ടി ആദ്യത്തെ VD സതീശന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാം, അത് കഴിഞ്ഞ് KC വേണുഗോപാലിന് കൊടുക്കാം, അങ്ങനെയും ആയിക്കൂടെ. മന്ത്രിമാർക്ക് വിഭജിക്കുവാണെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് രാജിവെക്കാമല്ലോ. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്ന് പറയുന്നത് VDക്ക് ഞാൻ പറയുകയാണ്. അപ്പം അങ്ങനെ ഒരു ഇൻറ്റേർണലായിട്ട് ഇവിടെ തമ്മിലൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇന്ന് സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് BJPയുടെ സമുദായ നേതാക്കളെ കുറിച്ച്. അത് മാത്രമല്ല നമ്മളവിടെ ഒത്തുകൂടിയിരിക്കുന്ന ജനത്തെ കണ്ടോ, വലിയൊരു തിരക്കാണ്. അതെ, ആദ്യമായിട്ടാണ് ഇത്രയധികം ജനങ്ങൾ. അപ്പോൾ ഓരോ ചാനലുകാരും കാണിക്കുമ്പോൾ മലപ്പുറത്തു നിന്നാണ്, കോഴിക്കോട് നിന്നാണ്, കണ്ണൂരിൽ നിന്നാണ്, ഓരോ എടുത്തെടുത്ത് സൂചനയാണ്. ദുബായിൽ നിന്ന് വന്ന ആൾക്കാരെ നമ്മൾ കണ്ടു, ഫ്ലൈറ്റ് പിടിച്ച് വന്നിരിക്കുന്ന ആൾക്കാർ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വേണ്ടി ഒരു അമ്മ, ഞാൻ ബാക്കി എല്ലാവരെയും കണ്ടിട്ട് പ്രിയങ്ക റോബർട്ട് വധരയെ കാണാൻ വന്നിരിക്കുന്ന ലേഡിയെ കണ്ടു. അപ്പോൾ ജനങ്ങൾ വലിയ നമ്മൾ ആ സൈഡും കാണാണ്ട് പോയത് ഒരു വലിയ എക്സ്പെക്റ്റേഷനിലാണ്. പക്ഷേ സ്റ്റേജിൽ നടന്നിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ആ എക്സ്പെക്റ്റേഷനിൽ നമ്മളൊരു സന്ദേഹം കൂടെ കാണുന്നുണ്ട്, ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. മലമേധ്യക്ഷന്മാരെ കണ്ടു, ബിഷപ്പുമാരെ കണ്ടു. എന്നാൽ നമ്മൾ ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ നേതാക്കളായ അവര് ഇല്ല, കണ്ടില്ല, ഞാൻ കണ്ടില്ല, വന്നിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ കണ്ടില്ല. അതുപോലെ സന്യാസിമാർ കുറവാണ്. കാരണം നമ്മൾ അതിലൊന്നും പോകുന്നില്ല, നമ്മളൊരു വോട്ട് ബാങ്കാണ് നമ്മൾ പറയുന്നില്ല, നമ്മൾ പറഞ്ഞാലേ അവർ വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബിഷപ്പുമാരെ നമ്മൾ
കാണുന്നത്, നമ്മൾ മുസ്ലിം ലീഗിൻ്റെ എന്താണ് ആത്മീയ നേതാക്കന്മാരെ കാണുന്നത്, അത് ഒരു നല്ല സൂചനയായിട്ട് എനിക്ക് തോന്നിയില്ല. അവർ സ്റ്റേജിലിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു അല്ല, പാർട്ടി അവർ സ്റ്റേജിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. കാരണം ഇനി മുതൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവരാണ്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് കാരണം ഈ നമ്മൾ കേരളത്തിലെ കണ്ടല്ലോ, ലാറ്റിൻ ബിഷപ്പ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തന്നിട്ടില്ല, വേണം, അവരെ ഞങ്ങൾക്ക് അവഹേളിച്ചു. ഒരു ഒരു വലിയ മെജോറിറ്റി ആൾക്കാരാണ്. അവരുടെ ഒരൊറ്റ പിടിയിലല്ലേ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ സ്ഥാനം അഡ്വക്കേറ്റ് മിനിമോൾക്ക് പോയത്. ഇതിപ്പോ അവരൊറ്റ പിടിയിലല്ലേ അല്ല, പോയത്. ഇതിപ്പോ ഘടകകക്ഷി എന്നുള്ള CP ജോൺ മാത്രമാണ് ഉള്ളത്. CP ജോണാണ് മാത്രമാണ് ഉള്ളത് ഘടകകക്ഷി എന്നുള്ളത്. അതും ഘടകകക്ഷി എന്നുള്ള പേര് മാത്രമാണ്. കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ല, നേതൃത്വം. ഷിബു ബേബി ജോൺ ഇല്ലേ? ഷിബു ബേബി ജോൺ, ഷിബു ബേബി ഷിബു ജോൺ ബേബി ഉണ്ട്, അല്ല, മറ്റേ അത് ജോസഫ് അല്ല, കോൺഗ്രസിൽ നിന്നുകൊണ്ട് ആ. കോൺഗ്രസിൽ നിന്നുകൊണ്ട് ആരുമില്ല എന്നുള്ളതാണ് അവരുടെ പരാതി എന്ന് പറയുന്നത്. നമുക്കറിയാം, ലാറ്റിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യുന്നവരാണ്, കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്ക് ആണ് അതെ അതെ എന്നതാണ് അതെ ഇവരുടെ അവകാശവാദം എന്ന് അതെ പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിച്ചു എറണാകുളത്ത് നിന്നുള്ള MLA ആയ ശ്രീ വിനോദ് ഉണ്ടാവും. കാരണം അദ്ദേഹം ഡെപ്യൂട്ടി മേയർ ആയിരുന്നു കൊച്ചിൻ കോർപ്പറേഷന്റെ. അല്ലെങ്കിൽ ഇപ്പൊ വിൻസെന്റ് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, അവർക്ക് കൊടുത്തില്ല. പക്ഷെ ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റികളും, കേരളത്തിൽ തന്നെ 37 കമ്മ്യൂണിറ്റികളുണ്ട്. ഇങ്ങനെ വിഭാഗം ക്രിസ്ത്യൻ നോക്കുകയാണെങ്കിൽ അത് ജാക്കബൈറ്റ്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, CMI ഉണ്ട്, ലാറ്റിൻ ഉണ്ട്, കാത്തലിക്സ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 37 സബ് വിഭാഗങ്ങളുണ്ട്. 37 മന്ത്രിമാരെ വെച്ചോട്ടേന്നെ, വിഷമമുണ്ടോ? ഉണ്ടല്ലേ, നമ്മളുടെ കാശാണല്ലോ ഇവരുടെയൊക്കെ വണ്ടിക്കാശും മുമ്പിൽ പോകുന്ന കോൺവോയിൽ പോകുന്ന പോലീസുകാരും അവരുടെ സെക്രട്ടറിമാരും, പിന്നെ എല്ലാവർക്കും പെൻഷൻ കൊടുക്കണ്ടേ? 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുന്ന PA ഉൾപ്പെടെ എല്ലാ ഓഫീസ് സ്റ്റാഫിനും പെൻഷൻ കൊടുക്കണ്ടേ? പേഴ്സണൽ സ്റ്റാഫിനും പെൻഷൻ കൊണ്ട്, ഇതൊക്കെ നമ്മളുടെ കാശില്ലേ? ഇത്രയും വലിയ ഒരു മഹാസംഭവമായിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറിയിട്ടുണ്ട് എങ്കിൽ അത് ജനങ്ങൾ കാണിക്കുന്ന ഒരു വിശ്വാസം കൂടിയാണ് കാണുന്നത്. ആ വിശ്വാസത്തിന് കളങ്കം വരുന്ന ഒരു കാര്യവും ഈ മിനിസ്ട്രിയിൽ നിന്ന് ഉണ്ടാവരുത് തന്നെയാണ് ഒരു സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ VD സതീശനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു മാഗസിൻ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം 82-83 വർഷത്തിൽ തേവര കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലാണ്. അപ്പോൾ ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനാണ്. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പിന്നീട് അങ്ങോട്ടാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചത്. അല്ല, അത് ഞാൻ അതോട് ഉപേക്ഷിച്ചിട്ട് എനിക്ക് മാതൃഭൂമിയിൽ ജോലി കിട്ടി. 20ാമത്തെ വയസ്സിൽ ഞാൻ രാഷ്ട്രീയമേ ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ BJP 30 വർഷത്തിന് ശേഷം 32 വർഷത്തിന് ശേഷം BJPയിലേക്കാണ്. എനിക്ക് തോന്നി എനിക്ക് പറ്റുന്നതല്ല അവരുടെ ഒരു പോക്കെന്ന് എനിക്ക് തോന്നിയോണ്ട് ഉപേക്ഷിച്ചു. ഞാൻ പറയുന്നത്, ആ സമയത്ത് ഞാൻ ഇന്നലെ വെറുതെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ VD സതീശൻ കൊച്ചുകുട്ടിയായിട്ട് 19 വയസ്സൊക്കെ 19 വയസ്സിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായിട്ട് തേവര കോളേജിലിരിക്കുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ആ KSUവിൻ്റെ പാരമ്പര്യത്തിൽ ഉൾപ്പെട്ട് വന്ന ആളാണ്. NSUവിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിച്ചാണ് KSUവിൽ പോകുന്നത്. ഇപ്പം ഞാനിരിക്കുന്ന സമയത്ത് PT തോമസ് ആയിരുന്നു KSUA, അന്നൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു ഗ്രൂപ്പിസം കേട്ടോ. ഇപ്പം ഇത്രയും കേൾക്കുന്ന പ്രസിഡന്റ് PT തോമസും NSUIയുടെ പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്നാണ് നമ്മൾ രാഷ്ട്രീയം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളുടെ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോയത്, ജേർണലിസ്റ്റ് എന്ന നിലയിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ VD സതീശനിൽ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒത്തുയരുവാനായിട്ട് പുറകിൽ നിന്നും വലികളുണ്ടാകും. ആ വലികളെ തരണം ചെയ്ത് മുന്നോട്ട് എത്രമാത്രം വളരെ പ്രയാസമാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ്. നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും കോലം കത്തിച്ചു. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കോലം കത്തിച്ചു. അതിനുശേഷം SNDP യോഗത്തിന്റെ പ്രവർത്തകർ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ കോലം കത്തിക്കുന്നു. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് VD സതീശന്. നമ്മളുടെ കേരളത്തിന്റെ ഒരു ന്യൂട്രൽ മൈൻഡിന് ചേരുന്ന കാര്യങ്ങളല്ല അർജുൻ നടക്കുന്നത്. വളരെ സങ്കടത്തോടും വളരെ കേരളത്തിന്റെ പോക്കൊരു ഭ്രാന്താലയത്തിലേക്കാണോ? അത് അങ്ങനെ തോന്നിപ്പോകുന്നു. പണ്ട് ശ്രീ വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോലം കത്തിക്കാതെ തുടക്കമാണ്. ആസ് എ പേഴ്സൺ ഹാസ് ട്രാവൽഡ് അക്രോസ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയാനും പേടി തോന്നുന്നു. ഇതിൻ്റെ ആവശ്യമില്ല, കോലം കത്തിക്കലില്ല. അക്രോസ് ദ ടേബിൾ ഇരുന്ന് സംസാരിച്ച് തീർക്കൂ. ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായിട്ടും സമാധാനത്തോടു കൂടിയും ജീവിക്കണം, അല്ലേ? മതമാണ് വലുതെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെ. എന്തിനത് പുറത്തേക്ക് പറയണം? അവരുടെ മതത്തിൻ്റെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് അനുസരിക്കട്ടെ. ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കാം. എന്തിനാണത് പുറത്ത് മൈക്കിൽ വന്ന് പറഞ്ഞ് ആൾക്കാർക്കൊരു പേടി ഉണ്ടാക്കുന്നത്, അല്ലേ?
അത് കേൾക്കുമ്പോൾ എത്രയോ ഇപ്പം നമ്മളുടെ എല്ലാം എത്രയോ പേരുടെ മനസ്സിൽ പേടി തോന്നിയിട്ടുണ്ട് ഇതെന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഇന്ന് ആ സ്റ്റേജിലിരിക്കുന്ന അത് കണ്ടിട്ട് അവിടെ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ കണ്ടിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ സനാതന ധർമ്മം എന്ന് പറയുന്ന മതത്തിൽ മതമേലധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ നമുക്ക് മേലധ്യക്ഷന്മാർ എന്ന് പറയാനായിട്ടില്ല, നമ്മൾ പൂജാരിമാർ ആരുടെയും വീടുകളിൽ പോവുകയോ അങ്ങനത്തെ ഒരു ഇതല്ല നമുക്ക്. അവർ ദൈവത്തെ പൂജിക്കുന്ന ആൾക്കാർ മാത്രമാണ് അങ്ങനെ പറയാം. ഇവൻ ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, തുടർന്ന് അങ്ങോട്ടും ഭൂരിപക്ഷ സമൂഹത്തിന് അവഗണന മാത്രമായിരിക്കും. തീർച്ചയായിട്ടും അവഗണന മാത്രം ഉണ്ടാവും. പപ്പറ്റായിരിക്കും ശ്രീ സതീശൻ, പപ്പറ്റായിരിക്കും ഒരു മുസ്ലിം ലീഗിന്റെ പപ്പറ്റായിരിക്കും. അത് ഞാൻ പറയുന്നത് ശരിയല്ല, ആരുടെയൊക്കെയോ കയ്യിലെ പപ്പറ്റായിരിക്കും എന്ന് തന്നെയാണ്. ഇന്നലെ തന്നെ അദ്ദേഹം സംഘടിത സമൂഹത്തിന്റെ കയ്യിലെ പപ്പറ്റായിരിക്കും. തീർച്ചയായിട്ടും ചുരുക്കി പറഞ്ഞാൽ അയക്കേണ്ടത് 2002 പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും യാഥാർത്ഥ്യമായി. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം വി സതീശനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടതാണ്, നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മന്ത്രി സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം എത്രമാത്രം താണു കൊടുത്തിരിക്കുന്നു. ഉദാഹരണം, ഒരൊറ്റയാള് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ മന്ത്രിസഭയിലുണ്ടോ? ആരും തന്നെയില്ല. അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാം. ശരി, അങ്ങനെ ആവട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.